ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഐക്കൈൻ ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൃത്തങ്ങൾ അല്ലെങ്കിൽ സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് പേജ് 53-ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. പിന്നെ പേജ് നമ്പർ 54-ലെ 4th ക്വസ്റ്റ്യൻ മുതലാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4th ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കമ്പി രണ്ടായി മടക്കി അതിൻ്റെ മൂല ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തത്തിൻ്റെ 10-1 ഭാഗം അതിനുള്ളിൽ പെട്ടു. ഇതേ കമ്പിയുടെ മൂല ഏതെങ്കിലും വൃത്തത്തിൽ ചേർത്ത് വെച്ചാൽ ആ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് അതിനുള്ളിലുണ്ടാവുക? അതായത് എ റോഡ് ഈസ് bent into an angle is placed with its corner at the center of the circle and it is found that 1/10 of the circle lies within it. If it is placed within the corner on another circle, what part of the circle would be within it? 2 പിക്ചർ തന്നിട്ടുണ്ട്. അതായത് ആദ്യത്തെ ചിത്രത്തിൽ എന്താ ചെയ്തത്? ഒരു ബ്രൗൺ കളറിൽ കാണിക്കുന്നത് ഒരു റോഡാണ്, ഒരു കമ്പിയാണ്. അത് മടക്കി ഒരു മടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു റോഡ് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കോർണറിൽ ഒരു ആംഗിൾ ഫോം ചെയ്യും അല്ലേ? അതിന് മൂലയിലായിട്ട് ഒരു പ്രത്യേക കോണുണ്ടാകും അല്ലേ? എന്തെങ്കിലും നിശ്ചിത അളവിലുള്ള ഒരു കോണുണ്ടാകും. അത് എന്ത് ചെയ്തു? ആ ഒരു മൂല, ആ ഒരു കോർണർ, ആ ഒരു കമ്പിയുടെ കോർണർ ഒരു സർക്കിളിലെ സെൻറ്ററിലാവുന്ന രീതിയിൽ പ്ലേസ് ചെയ്തു. ആദ്യത്തെ പിക്ചറിൽ കാണുന്നത് പോലെ. അത് രണ്ടാമത്തെ പിക്ചറിൽ അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അതിനെന്താ സംഭവിച്ചത്? 1/10 ഓഫ് ദി സർക്കിൾ അതിനുള്ളിലാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റി. അല്ലെങ്കിൽ ഈ സർക്കിളിൻ്റെ 2πr എന്നാണ് നമുക്ക് സർക്കിളിൻ്റെ സർക്കംഫറൻസ് അല്ലേ? ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ് അല്ലേ? ഈ 2πrലെ എത്ര ഭാഗം? 10-1 ഭാഗം. അതായത് ഈ ഒരു ആർക്ക് എന്ന് പറയുന്നത്, ഈ ഒരു സർക്കിളിൻ്റെ ചാപം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? മൊത്തം സർക്കിളിൻ്റെ, ഈ മൊത്തം വൃത്തത്തിൻ്റെ 10-1 ഭാഗമായിരിക്കും ഈ കമ്പിയുടെ 2 മടക്കുകൾക്ക് ഇടയിലായിട്ട് കിടക്കുന്നുണ്ടാവുക. പക്ഷേ രണ്ടാമത്തെ കേസിൽ എന്താണ് ചെയ്തത്? ഈ ഒരു മൂല സർക്കിളിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട്, വേറെ ഏതെങ്കിലും ഒരു പോർഷനിലാവുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചു എന്നുണ്ടെങ്കിൽ ഈ ഒരു ആർക്ക് ലെങ്ത് എത്രയായിരിക്കും? സർക്കിളിൻ്റെ എത്രയായിരിക്കും? എത്ര ലെങ്ത്ത് എന്ന് ചോദിച്ചിട്ടില്ല, ചാപത്തിൻ്റെ അളവ് എന്താണെന്നല്ല ചോദിച്ചിട്ടുള്ളത്. ആ ഒരു വൃത്തത്തിൻ്റെ എത്ര, ആ ചാപത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ എത്ര ഭാഗം ആയിരിക്കും? ഇതിലൊരു 10-1 ഭാഗമായിരുന്നു എന്ന് പറഞ്ഞില്ല. അതേപോലെ ഇതിൽ എത്ര ഭാഗമാണ്? വൃത്തത്തിൻ്റെ മൊത്തം ഭാഗങ്ങളിൽ എത്ര ഭാഗമായിരിക്കും ഈ ഒരു ചാപത്തിൻ്റെ അളവ്? ഈ വൃത്തത്തിൻ്റെ ഈ ഒരു പോർഷൻ, ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ വരച്ച് നോക്കാം. സർക്കിളിൻ്റെ പിക്ചർ വരച്ച് നോക്കാം. നമുക്കറിയാം, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് സെൻട്രൽ ആംഗിൾ, അതായത് കേന്ദ്ര കോണ്, പിന്നെ ചാപം, അതൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്? അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഒരു ചാപം ഒരു വൃത്തത്തിലുണ്ടാക്കുന്ന കോണും അതിന് കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണും തമ്മിലുള്ള റിലേഷൻ എന്താ നമ്മൾ പഠിച്ചു അല്ലേ? ഒരു സർക്കിൾ അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളും അതിൻ്റെ മറ്റ് പാർട്ടുകളിൽ ഉണ്ടാക്കുന്ന ആംഗിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് അത്? ട്വൈസ് ആയിരിക്കും അല്ലേ? 2 into ദി ആംഗിൾ മെയ്ഡ് അറ്റ് അനദർ പാർട്ട്. സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോണം എന്ന് പറയുന്നത് സർക്കിൾ വൃത്തത്തിൽ മറ്റേതെങ്കിലും ഒരു പോയിന്റിൽ, ഒരു ബിന്ദുവിൽ ഉണ്ടാക്കിയ ആംഗിളുടെ ഇരട്ടിയാണില്ലേ? 2 ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ തന്നിട്ടുള്ള ഡാറ്റാസ് ഒന്ന് നോക്കാം. എന്താ തന്നിട്ടുള്ളത്? ഈ ഒരു ആർക്ക് ലെങ്ത് എന്നുള്ളത് എന്താണെന്നുള്ളത് തന്നിട്ടുണ്ടല്ലേ? ഈ ഒരു പോർഷന്, ഈ ഒരു വൃത്തത്തിൻ്റെ ഈ ഒരു പോർഷൻ പറഞ്ഞത് ഈ വൃത്തത്തിന് 10-1 ഭാഗമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു വൃത്തത്തിനെ നമ്മൾ 10 ഭാഗങ്ങളാക്കുകയാണെന്നുണ്ടെങ്കിൽ, 10 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇങ്ങനെ 10 പോർഷൻസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു 10 ഈക്വൽ പോർഷൻസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പാർട്ടായിരിക്കും ഈ റോഡ് ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിനിടക്കായിട്ട് കാണുന്നുണ്ടാവും അല്ലേ? അതിലൊരു പാർട്ടായിരിക്കും. അതാണ് ഈ 1/10 എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 10-1 ഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം. ഒരു സെൻട്രൽ പോയിൻ്റ് ഇതാണെന്ന് വെക്കുക. അപ്പോൾ ഈ O എന്ന് പറയുന്നതാണ് ഈ സെൻട്രൽ പോയിൻ്റ് എന്നുണ്ടെങ്കിൽ ഈ Oക്ക് ചുറ്റുമുള്ള ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രി അല്ലേ? ദി ആംഗിൾ അറൗണ്ട് എ പോയിൻറ്റ് 360 ഡിഗ്രി ആയിരിക്കും അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ, ഈ ഒരു ആംഗിൾ, ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കും? സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രീനെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതല്ലേ? അതായത് ഇതിൽ 1/10 പാർട്ട് ഇതിനകത്താണ് നമുക്കറിയാം അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും?
360നെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ്. അതെത്ര? 36 ഡിഗ്രി അല്ലേ? ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 36 ഡിഗ്രി ആയിരിക്കും. കാരണം ഇതിന് ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. പിന്നെ നമുക്കറിയാം ഇതിൻ്റെ ഈ ഒരു വൃത്തത്തിൻ്റെ 10ൽ1 ഭാഗം ഇതിനകത്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ 10ൽ1 ഭാഗം എന്ന് പറയുമ്പോൾ 360നെ 10 കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ കിട്ടുന്നത് ആ ഒരു ആംഗിളായിരിക്കും, ആ ഒരു കോണിൻ്റെ അളവായിരിക്കും ഈ കേന്ദ്ര കോണെന്ന് പറയുന്നത്. അത് 36 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് ചോദ്യം? ഈ ഒരു റോഡിൻ്റെ കോർണർ ഈ വൃത്തത്തിൽ ഈ ഒരു സർക്കിൾ വേറെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിൽ സപ്പോസ് നമുക്ക് പോയിന്റിന് പി എന്ന് പേരിടാം. പി എന്നുള്ളൊരു പോയിന്റിലേക്ക് അതിന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കാൽക്കുലേഷൻ ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു റോഡ് ഡയമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് സെൻട്രൽ പോയിൻ്റ് ഇവിടെ ആയിട്ട് എടുക്കാം. O എന്നുള്ള സെൻട്രൽ പോയിൻ്റ് എടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ലൈനും കൂടി ജോയിൻ ചെയ്യാം. പുറത്തേക്ക് ഈ ഒരു ലൈന് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു സെൻട്രൽ ആംഗിൾ കിട്ടിയില്ലേ? ഈ പി എന്നുള്ള പോയിൻ്റ് എത്രയാണ് നമുക്കറിയാം. ഈ പി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 36 ഡിഗ്രി. കാരണം സെയിം റോഡ് തന്നെയാണ് അല്ലേ? ആ സെയിം റോഡ് നമ്മൾ നേരത്തെ 36 ഡിഗ്രി എന്ന് കാൽക്കുലേഷനിൽ കിട്ടി. അതിൽ ആ സെയിം റോഡ് തന്നെ അതിൻ്റെ ആംഗിളൊന്നും മാറ്റം വരുത്താതെ തന്നെയാണ് നമ്മൾ വൃത്തത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് മറ്റൊരു പോയിന്റിൽ നമ്മൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്തത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 36 ഡിഗ്രി എന്ന് ആംഗിൾ ഉണ്ടാക്കുന്ന ഈ സെയിം ആർക്ക് ലെങ്ത്, ഈ ഒരു ലെങ്ത്ത്, ഈ ഒരു ചാപത്തിൻ്റെ അളവ് ഈ വൃത്തത്തിൻ്റെ എത്ര ഭാഗമായിരിക്കും എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. മറ്റേതിൽ 10ൽ1 ഭാഗമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഈ ചാപത്തിൻ്റെ അളവ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ ഒരു ചാപം ഈ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 36 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു ചാപം ഈ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്ര ആയിരിക്കും? കേന്ദ്ര കോൺ അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 36ൻ്റെ ഇരട്ടിയാണ് അല്ലേ? വിച്ച് ഈസ് 72 അല്ലേ? കേന്ദ്ര കോൺ എന്ന് പറയുന്നത് 36ന് 36 × 2 വിച്ച് ഗീവ്സ് 72 ഡിഗ്രി അല്ലേ? അപ്പോൾ 72 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അറൗണ്ട് ദി പോയിന്റ് നമുക്കറിയാം 360 ഡിഗ്രിയാണ് അല്ലേ? 72 ഡിഗ്രി എന്ന് പറയുന്നത് 360ലെ എത്ര ഭാഗമാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 360/72 ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടി അല്ലേ? അതായത് 360ലെ 72 എന്ന് പറയുന്നത് 360ലെ 5 ഭാഗമാണ് അല്ലേ? 72 ഡിഗ്രിന് 5 തവണ ചെയ്താലാണ് നമുക്ക് 360 കിട്ടുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലെങ്ത്ത് എന്ന് പറയുന്നത്, ഈ ഒരു ആർക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത്, ആർക്ക് ലെങ്ത് എന്താണ്? 1/5 പാർട്ട് ഓഫ് ദി സർക്കിൾ, 1/5 ഓഫ് ദി സർക്കിളാണ്. അല്ലെങ്കിൽ ചാപത്തിൻ്റെ നീളം എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ 5ൽ1 ഭാഗമാണ്. കാരണം ടോട്ടൽ 360ആണ് കേന്ദ്രത്തിൽ. അതിൽ ഒരു പോർഷൻ എന്ന് പറയുന്നത് 72 ഡിഗ്രിയാണ്. ഈ 72 ഡിഗ്രി എന്ന് പറയുന്നത് 360ലെ 5ൽ1 ഭാഗമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വൃത്തത്തിൻ്റെ 5ൽ1 ഭാഗം ഈ ഒരു സെയിം റോഡ് വൃത്തത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു പോയിന്റിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് വൃത്തത്തിൻ്റെ 5ൽ1 ഭാഗം ആ റോഡിൻ്റെ ആ കമ്പിയുടെ ഇടയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. 5ാമത്തെ ചോദ്യം നോക്കാം. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും ABC എന്നത് അതിലെ ബിന്ദുക്കളുമാണ്. ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് തെളിയിക്കുക. In this picture, O is the center of the circle and A, B, C are points on it. Prove that angle OAC plus angle ABC is equal to 90 degree. അല്ലേ? എന്താണ് പറഞ്ഞിട്ടുള്ളതിൽ OAC എന്ന ആംഗിളും ABC എന്ന ആംഗിളും, ഇതിൽ 2 ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ പിക്ചറിൽ? അത് 90 ഡിഗ്രിയാണ്. അത് രണ്ടും കൂട്ടിയാൽ നമുക്ക് 90 ഡിഗ്രിയാണ് കിട്ടുക എന്നുള്ളത് പ്രൂവ് ചെയ്യാതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാം. എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ? നമുക്ക് OCയും OBയും ജോയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ആംഗിൾസ് നമുക്ക് A എന്നുള്ളൊരു ആംഗിൾ അല്ലേ, OAC ആംഗിൾ OACനെ നമുക്ക് X എന്ന് കൊടുക്കാം. X എന്ന് നമുക്ക് നെയിം ചെയ്യാം. അതേപോലെ ആംഗിൾ OBC
ഒ ബി സിയെ നമുക്ക് വൈ എന്ന് നെയിം ചെയ്യാം. നമുക്കറിയില്ല അല്ലേ ഈ ആംഗിൾസൊക്കെ എത്രയാണെന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ വേറെ ഒരു എക്സും വൈയും കൂടി നമുക്ക് കിട്ടും അല്ലേ. എങ്ങനെയാണ്? ട്രയാങ്കിൾ എ ഒ സിയും ട്രയാങ്കിൾ ബി ഒ സിയും നോക്കുക. രണ്ടും ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ്, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങളാണ്. കാരണം അവയുടെ രണ്ട് വശങ്ങൾ വരുന്നത് ഈ വൃത്തത്തിൻ്റെ ആരങ്ങളായിട്ടാണ്, രണ്ട് സൈഡ്സ് വരുന്നത് ഈ സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ടാണ്. സോ ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരും അല്ലേ. അപ്പോൾ ഏതൊക്കെ ആംഗിൾസാണ് വരിക ഈക്വലായിട്ട്? ഇവിടെ എക്സ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും എക്സ് ഡിഗ്രി ആയിരിക്കും, ഇവിടെ വൈ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വൈ ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിക്ചറിൽ നിന്ന് ഒരു കാര്യം എഴുതാം. ആംഗിൾ എ സി ബി എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം അല്ലേ. കാരണം എക്സും വൈയും ചേർന്നതാണ് ആംഗിൾ എ സി ബി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, ഇനി ഈ പിക്ചർ നോക്കാം. ഇനി ഈ എ ബി എന്നുള്ള ഒരു ആർക്ക് അല്ലേ, ഈ എ ബി എന്നുള്ള ആർക്ക് സി എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്, ആംഗിൾ എ സി ബി അഥവാ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്ന ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എ ഒ ബി, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എ സി ബി എന്ന് എഴുതിക്കൂടെ? 2 ഇൻറ്റു ആംഗിൾ എ സി ബി എന്ന് എഴുതാം. അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, എഗെയിൻ ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്നത് എന്താണ്? ഐസോസെലസ് ട്രയാങ്കിളാണ്, അതായത് സമപാർശ്വ ത്രികോണമാണ് അല്ലേ. അതായത് ഒ എയും ഒ ബിയും ഈക്വലാണ്, രണ്ടും റേഡിയസ് ആണ്, സർക്കിളിൻ്റെ ആരങ്ങളാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ആംഗിൾസ് ഇതിൽ ഈക്വലായിട്ട് വരിക? അതുകൊണ്ട് ഒരു ആംഗിൾ എ ഒ എ ബി എന്ന ആംഗിളും ഒ ബി എ എന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ, രണ്ടും ഈക്വൽ ആംഗിൾസ് ആയിരിക്കും. സോ നമുക്ക് ഈ രണ്ട് ആംഗിളിനെയും ആഡ് ചെയ്ത് നമുക്ക് ഈ ഒരു ആംഗിൾസിന് നമുക്ക് എങ്ങനെ എഴുതാം? രണ്ട് ആംഗിൾസ് ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ ബി എ ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. നമുക്കറിയാം ഇൻറ്റീരിയർ ആംഗിൾസ് ഈ ഒരു ട്രയാങ്കിൾ ഒ എ ബി എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ ഒ പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആംഗിൾ ഒ എ ബിയും ഒ ബി എയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 180 നിന്ന് എത്ര കുറച്ചാൽ മതി? ഈ ഒരു സാധനം കുറച്ചാൽ മതി അല്ലേ. 180 നിന്ന് ഈ സെൻട്രൽ ആംഗിൾ കുറച്ചാൽ മതി. എത്രയാണ്? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് നമുക്ക് എഴുതിക്കൂടെ? ഓക്കെ, 180 മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇനി നമുക്കറിയാം ആംഗിൾ ഒ എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി എ അല്ലേ. സോ നമുക്ക് രണ്ടെണ്ണത്തെയും നമുക്ക് ആംഗിൾ ഒ ബി എ പ്ലസ് ആംഗിൾ ഒ ബി എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ നമുക്ക് 180 മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ ഒ ബി എ പ്ലസ് ആംഗിൾ ഒ ബി എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ ഒ ബി എ വിച്ച് ഗിവ്സ് 180 മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, or angle OBA is equal to 180 minus 2 into x plus y divided by 2 അല്ലേ. ഇതിന് 2നെ നമുക്ക് ഓരോന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 180/2 എന്ന് കിട്ടും. 180/2 90 ഡിഗ്രിയാണ്. മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ബൈ 2, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ബൈ 2 നമുക്ക് 2 ഇൻറ്റു കട്ട് ചെയ്താൽ എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഇത് നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഒരുമിച്ചാണ്, നമ്മൾ ആംഗിൾ എ ഒ ബിനെ ഒരുമിച്ച് എക്സ് പ്ലസ് വൈ എന്ന് എഴുതിയതാണ്. ഈ ബ്രാക്കറ്റ് പുറത്തെടുത്താൽ നമുക്ക് എങ്ങനെ കിട്ടും? 90 മൈനസ് എക്സ് മൈനസ് വൈ അല്ലേ. മൈനസ് ഓഫ് എക്സ് മൈനസ് ഓഫ് പ്ലസ് വൈ മൈനസ് വൈ. ഓക്കെ, അപ്പോൾ ആംഗിൾ ഒ ബി എ എന്ന് പറയുന്നത് നമുക്ക് 90 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് നമുക്ക് കിട്ടും. ഇനി ഫിഗർ നോക്കുക. ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഫിഗറിൽ ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ ഇത്രയും ആംഗിളാണ് അല്ലേ. അത് എങ്ങനെ വരുന്നത്? ആംഗിൾ എ ബി ഒ പ്ലസ് ആംഗിൾ ഒ ബി സി ആണ്. ഓക്കെ, നമ്മൾ എ ബി ഒ നമ്മൾ കണ്ടുപിടിച്ചു ഓൾറെഡി. 90 മൈനസ് എക്സ് മൈനസ് വൈ ആണ്. അതിലൂടെ നമ്മൾ എത്ര ആഡ് ചെയ്യണം? 90 മൈനസ് എക്സ് മൈനസ് വൈയിലൂടെ എത്രയും കൂടി ആഡ് ചെയ്യണം? ഈ ഒരു വൈ ഡിഗ്രിയും കൂടി ആഡ് ചെയ്യണം. ഇത് നമ്മൾ വൈ നമ്മൾ നേരത്തെ നെയിം ചെയ്തിരുന്നു, അത് കൂടി ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എക്സ് പ്ലസ് വൈയും മൈനസ് വൈയും ഇവിടെ കട്ടായി പോകും, അല്ലെങ്കിൽ വൈ മൈനസ് വൈ 0. അപ്പോൾ നമുക്ക് ആംഗിൾ എ ബി സി എന്നുള്ളത് 90 മൈനസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഓർ നമുക്ക് എക്സിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എ ബി സി പ്ലസ് എക്സ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. ഇനി എക്സ് എന്താണെന്നുള്ളത് നോക്കൂ. എക്സ് നമ്മൾ നേരത്തെ നെയിം ചെയ്തതാണ്, ആംഗിൾ ഒ എ സി ആണ് അല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു ആംഗിൾ
OAC. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിന് പകരം ആംഗിൾ OAC എന്ന് ഇട്ട് കൊടുത്താൽ ആംഗിൾ ABC പ്ലസ് ആംഗിൾ OAC ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതുതന്നെയാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഹെൻസ് ദ പ്രൂഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരിവൃത്ത ആരം 3 സെൻറ്റിമീറ്ററും 2 കോണുകൾ 32.5 ഡിഗ്രി 37.5 ഡിഗ്രിയുമായ ത്രികോണം വരയ്ക്കുക. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആൻഡ് 2 ആംഗിൾസ് 32.5 ഡിഗ്രി ആൻഡ് 37.5 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്, പിന്നെ നമുക്കൊരു സർക്കം റേഡിയസും തന്നിട്ടുണ്ട് അല്ലേ. ഒരു പരിവൃത്ത ആരവും 2 കോണുകളും തന്ന ഒരു ത്രികോണം വരയ്ക്കാൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ പിക്ചറിൽ നമുക്ക് ആൻസറിൽ വരുന്നത് എങ്ങനെയായിരിക്കും, ഈ ഒരു സർക്കം റേഡിയസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സർക്കിളിനകത്തായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ വരുന്നത് അല്ലേ. ഈ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും എന്ന് പറയുന്നത് സപ്പോസ് ഈ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ AB AC BC എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ കോഡ്സ് ആയിരിക്കും അല്ലേ. ഈ സർക്കിളിൻ്റെ ഞാണുകളായിരിക്കും AB BC AC എന്ന് പറയുന്നത്. ഇങ്ങനെ ആവുന്ന രീതിയിലായിരിക്കണം സർക്കിള് ഈ ഒരു ട്രയാങ്കിൾ വരേണ്ടത്. അതുമാത്രമല്ല 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം ആ ഒരു സർക്കിളിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത്. പിന്നെ ഈ ട്രയാങ്കിളിലെ 2 ആംഗിൾസ് 2 കോണുകൾ 32.5 ഡിഗ്രിയും 37.5 ഡിഗ്രിയും ആയിരിക്കും വരേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് വരക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. നമുക്ക് ആദ്യം ഒരു 3 സെൻറ്റിമീറ്റർ ആരം വരുന്ന ഒരു വൃത്തം നമുക്ക് വരക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കോമ്പസിൽ എന്ത് ചെയ്യണം, കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്യുക അല്ലേ. ഒരു പോയിൻറ്റ് 0 സെൻറ്റിമീറ്ററിലും ഒരു പോയിൻറ്റ് നമുക്ക് എന്ത് ചെയ്യണം 3 സെൻറ്റിമീറ്ററിലും എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സർക്കിൾ ഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ റൂളറിൽ സ്കെയിലിൽ നമ്മളൊരു സർക്കിള് 3 സെൻറ്റിമീറ്റർ മെഷർമെൻ്റ് എടുത്ത് ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ 3 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന രീതിയിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു സർക്കിൾ വരക്കാൻ പറ്റും. അപ്പോൾ ഇത് എത്രയായിരിക്കും സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ അല്ലേ. 3 സെൻറ്റിമീറ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എന്തറിയാം, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ആംഗിൾ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. 32.5 ഡിഗ്രിയും തന്നിട്ടുണ്ട്, 37.5 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇത് ഏതെങ്കിലും നമുക്കൊരു ആംഗിൾ എടുക്കാം. ഈ ഒരു ആംഗിൾ വരേണ്ടത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഓരോരോ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിളും വരേണ്ടത് സർക്കിളിൻ്റെ ഓരോ പോയിൻറ്റ്സിലാണ് അല്ലേ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം സൈഡ് അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും, ഡബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആംഗിളിൻ്റെ ഡബിൾ ആംഗിൾ എടുക്കുക. സപ്പോസ് നമ്മൾ 32.5 ഡബിൾ എടുക്കുകയാണെങ്കിൽ 32.5 × 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 65 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ 32.5 ഡിഗ്രി ആംഗിൾ വരുന്ന ഒരു ആംഗിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് 55 ഡിഗ്രി 65 ഡിഗ്രി സെൻട്രൽ ആംഗിൾ നമുക്ക് ഈ ഒരു സർക്കിളിനകത്ത് വരക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു സർക്കിൾ എത്രയാണ് സർക്കം റേഡിയസ് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ എത്രയാണോ ഒരു പരിവൃത്ത ആരം തന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഒരു സർക്കിൾ ഒരു വൃത്തം നമ്മൾ വരക്കണം. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺ എടുക്കുക, അതിൻ്റെ ഡബിൾ എടുക്കുക അല്ലേ, അതിൻ്റെ ഇരട്ടി എടുത്ത് നോക്കുക. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് 65 ഡിഗ്രിയാണ്. അത് വെച്ചിട്ട് നമ്മളൊരു സെൻട്രൽ ആംഗിൾ വരക്കണം. സെൻട്രൽ ആംഗിൾ നമുക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് വരക്കാം. പ്രൊട്രാക്ടറിന് 0 പോയിൻറ്റ് സെൻറ്ററിൽ വെക്കുക. ഇത് നമ്മൾ എത്ര ഡിഗ്രിയാണ്, 65 ഡിഗ്രി നമുക്ക് ഇതിൽ മെഷർ ചെയ്തെടുക്കാം. 65 ഡിഗ്രി മാർക്ക് ചെയ്യാം. 65 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലൈന് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ വാട്ട് വി ഗെറ്റ്, ഒരു സെൻട്രൽ ആംഗിൾ എത്ര കിട്ടും, 65 ഡിഗ്രി വരുന്ന ഒരു സെൻട്രൽ ആംഗിൾ നമുക്ക് കിട്ടും. ഓക്കെ, അഗെയിൻ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഈ ഒരു രണ്ട് പോയിൻറ്റ്സ് നമുക്ക് സർക്കിളിൽ കിട്ടിയില്ലേ, ഈ 2 പോയിൻറ്റ്സ് ഈ ഒരു ആർക്ക് കിട്ടി, ഈ ആർക്കിൽ ജോയിൻ ചെയ്ത് ഇതൊരു കോഡാക്കി മാറ്റുക. ഒരു കോഡ് വരക്കുക. അത് നമുക്ക് A എന്നും B എന്ന് നെയിം ചെയ്യാം.
എ ബി എന്ന് നെയിം ചെയ്യാം, എ ബി എന്ന് കോഡ് നെയിം ചെയ്യാം. അതായത് ഈ എ ബി ആയിരിക്കും ഈ ട്രയാങ്കിൾ നമ്മൾ വരക്കാൻ പോകുന്ന ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സൈഡ് എ ബി ആയിരിക്കും. ഇനി നമ്മൾക്ക് ഒരു ആംഗിൾ നമ്മൾ എടുത്തു. ഇനി നമ്മൾ എടുക്കാത്ത മറ്റൊരു ആംഗിൾ ഏതാണ്? 37.5 ഡിഗ്രി അല്ലേ. 37.5 ഡിഗ്രി നമുക്ക് ഇതിൽ ഒരു ആംഗിൾ എയിലോ ബിയിലോ വെച്ചിട്ട് ഇഷ്ടമുള്ള ഒരു സൈഡിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള പോയിന്റിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു എയിലോ ബിയിലോ നമുക്ക് ആ ഒരു 37.5 ഡിഗ്രിയും കൂടി നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം. പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് തന്നെ കൺസ്ട്രക്റ്റ് ചെയ്യാം. ഓക്കെ 37.5 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ 35, 36, 37 ഏകദേശം ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി നമ്മളത് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടി. ഇത് എത്രയായിരിക്കും ആംഗിൾ? 37.5 ഡിഗ്രിയാണ്. ഓക്കെ, 37.5 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്തെടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ കാണാൻ പറ്റി 37.5 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്ത് ഒരു ലൈന് വരക്കുമ്പോൾ സർക്കിളിലെ ഒരു പോയിന്റിൽ അത് കട്ട് ചെയ്യും അല്ലേ. ആ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ സി വേറൊരു പോയിന്റ് നെയിം ചെയ്യുക, സി എന്ന് നെയിം ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് വി ഹാവ് ടു ജോയിൻ ദി പോയിൻറ്റ് സി ആൻഡ് ബി. സിയും ബിയും കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? മൂന്നാമത്തെ സൈഡ് ബി സി എന്നുള്ളൊരു സൈഡും കൂടി നമുക്ക് വരച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ എ ബി സി ആണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ച ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അതിൽ ചോദിച്ച പോലെ എല്ലാ ആംഗിൾസും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. സെൻട്രൽ ആംഗിൾ 65 ഡിഗ്രി കിട്ടി. അപ്പോൾ എ ബിയുടെ സെൻട്രൽ ആംഗിൾ 65 ആണെന്നുണ്ടെങ്കിൽ എ ബിയുടെ ആംഗിൾ അറ്റ് എനി അതർ പോയിൻ്റ് ആണ് സി അല്ലേ. സിയിൽ എന്നുള്ളൊരു പോയിന്റിൽ എത്ര മെഷർമെൻറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എത്രയാണ് ആംഗിൾ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കത് മെഷർ ചെയ്താൽ കാണാൻ പറ്റും. ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയാണ്? 32.5 ഡിഗ്രിയാണ് അല്ലേ. 32.5 ഡിഗ്രി ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ 32.5 ഡിഗ്രി ആയിരിക്കും. കാരണം നമ്മൾ സെൻട്രൽ ആംഗിൾ ഇവിടെ 65 ഡിഗ്രി എടുത്തു, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹാഫ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടി. ഇവിടെ 32.5 ഡിഗ്രി കിട്ടി. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്ററും കൂടി ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ എ ബി സി നമുക്ക് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഏഴാമത്തെ ചോദ്യം നോക്കാം. ചിത്രത്തിൽ എ ബി സി ഡി ഇവ പരസ്പരം ലംബമായ ഞാണുകളാണ്. എ പി സി ബി ക്യു ഡി എന്നീ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിൻ്റെ പകുതിയാകും എന്ന് തെളിയിക്കുക. ഓക്കെ, ഇൻ ദി പിക്ചർ എ ബി ആൻഡ് സി ഡി ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ chords of the circle. Prove that the arcs APC and BQD joined together would make half the circle. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എ ബി ഈസ് പെർപെൻഡിക്കുലർ ടു സി ഡി അല്ലേ. എ ബിയും സി ഡിയും ഈ ഒരു വൃത്തത്തിൻ്റെ ഞാണുകളാണ്, ഇതിൻ്റെ കോഡ്സാണ്. ഈ എ ബിയും സി ഡിയും പെർപെൻഡിക്കുലറാണ്, അല്ലെങ്കിൽ അതിൻ്റെ ലംബമായിട്ടാണ് വരച്ചിട്ടുള്ളത് അല്ലേ. ലംബമായി വരച്ച ഞാണുകളാണ് അല്ലേ, പെർപെൻഡിക്കുലറായി വരച്ച കോഡ്സാണ് എ ബിയും സി ഡിയും. ഓക്കെ, അപ്പോൾ പിക്ചറിൽ തന്നെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്, എ ബി ഈസ് പെർപെൻഡിക്കുലർ ടു സി ഡി. ഇനി നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആർക്ക് എ പി സി എന്ന ചാപവും ബി ക്യു ഡി എന്ന ചാപവും കൂടി ജോയിൻ ചെയ്താൽ, ഏതാണ് എ പി സി? എ പി സി എന്നൊരു ചാപമുണ്ട്, ബി ക്യു ഡി എന്ന് പറയുന്ന ഒരു വലിയ ചാപമുണ്ട് അല്ലേ. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതൊരു എ പി സി ആണെന്നുണ്ടെങ്കിൽ പിന്നെ ബി ക്യു ഡി എന്ന ഈ ഒരു ചാപം കൂടി ചേർത്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് പറഞ്ഞത്? ഈ സർക്കിളിൻ്റെ പകുതി ആയിരിക്കും അല്ലേ. സർക്കിളിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അർദ്ധവൃത്തം അല്ലേ, സെമി സർക്കിളായിരിക്കും കിട്ടുക. ഓക്കെ, അത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു കൺസ്ട്രക്ഷൻ ചെയ്യാം. അതായത് എ എന്ന പോയിൻറ്റും ഡി എന്ന പോയിൻറ്റും നമുക്കൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്യാം. ഇനി ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും അല്ലേ. ട്രയാങ്കിൾ എ ഡി, ഇവിടെ നമുക്ക് ഓ എന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ എ ഡി ഒ എന്നുള്ളൊരു ട്രയാങ്കിൾ നമുക്ക് കിട്ടും അല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? അതൊരു റൈറ്റ് ട്രയാങ്കിളാണ്, ഒരു മട്ട ത്രികോണമായിരിക്കും അല്ലേ. മട്ട ത്രികോണമാണെന്നുണ്ടെങ്കിൽ അതിൽ ആംഗിൾ ഒ എന്ന് പറയുന്നത്, ആംഗിൾ ഡി ഒ എ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. കാരണം എന്താണ്? ഇത് രണ്ടും ലംബമായ എ ബിയും സി ഡിയും ലംബമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ എ ബിയും സി ഡിയും പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന ട്രയാങ്കിൾ എ ഡി ഒ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൈറ്റ് ട്രയാങ്കിളാണ്. ഡി ഒ എ
90 ഡിഗ്രി ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ആംഗിൾ, അതിൻ്റെ മറ്റു ആംഗിൾസ്, ആംഗിൾ ഒ ഡി എയും ആംഗിൾ ഒ എ ഡിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? 90 ഡിഗ്രി തന്നെയാണ് കിട്ടുക. എങ്ങനെയാണ് അത് കിട്ടുക? അത് രണ്ടും കൂടി കൂട്ടിയാൽ 180 നിന്ന് 90 കുറച്ചാലുള്ളതാണ്, അതായത് 90 തന്നെ അല്ലേ. ആംഗിൾ ഒ ഡി എ പ്ലസ് ആംഗിൾ ഒ എ ഡി എന്ന് പറയുന്നതും 90 ഡിഗ്രിയാണ്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ആർക്ക് എ പി സി എടുക്കാം. എ പി സി എന്നുള്ള ചാപം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ പി സി എന്ന ചാപം അതിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണി എന്ന് പറയുന്നത് എ ഡി സി എന്ന ആംഗിളുടെ ഡബിൾ അല്ലേ? യെസ് അല്ലേ. എ പി സിയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, സെൻട്രൽ ആംഗിൾ ഓഫ് എ പി സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ ഡി സി. ശരിയല്ലേ? അതേപോലെ തന്നെ സെൻട്രൽ ആംഗിൾ ഓഫ് ബി ക്യു ഡി എന്ന് പറയുന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് ബി ക്യു ഡി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി എ ഡി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ചാപങ്ങളും നമ്മൾ ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എ പി സി എന്ന ചാപവും ബി ക്യു ഡി എന്ന ചാപവും, എ പി സി എന്ന ചാപവും ബി ക്യു ഡി എന്ന ചാപവും, ഈ രണ്ട് ആർക്കും കൂടി നമ്മൾ ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവയുടെ സെൻട്രൽ ആംഗിൾസ് നമുക്ക് എന്താണ് കിട്ടുക? സെൻട്രൽ ആംഗിൾ, രണ്ടിൻ്റെയും സെൻട്രൽ ആംഗിൾ ആഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? 2 ഇൻറ്റു ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ബി എ ഡി എന്ന് കിട്ടും അല്ലേ. ഇനി ആംഗിൾ എ ഡി സിയും ആംഗിൾ ബി എ ഡിയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, എത്രയാണ്? 90 ഡിഗ്രി ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ 2 ഇൻറ്റു 90 വിച്ച് ഗിവ്സ് 180 ഡിഗ്രി എന്ന് കിട്ടും. ചിത്രത്തിൽ എക്സ് വൈ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് എ പി സി എന്ന ആർക്കും ബി ക്യു ഡി എന്ന ആർക്കും ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾസ് ആണ് അല്ലേ. ഇതൊരു സെൻട്രൽ പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒ എന്നുള്ള സെൻട്രൽ പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സും വൈയും അതിൻ്റെ സെൻട്രൽ ആംഗിൾസ് ആണ്, ഈ രണ്ട് ആർക്കും ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾസ്. അത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 2 ഇൻറ്റു ബി എ ഡി പ്ലസ് എ ഡി സി ആണെന്ന് കണ്ടുപിടിച്ചു. 2 ഇൻറ്റു ബി എ ഡി പ്ലസ് എ ഡി സി, ബി എ ഡി എന്ന ആംഗിൾ പ്ലസ് ബി എ ഡി സി എന്ന ആംഗിൾ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 90 ഡിഗ്രിയാണ് കിട്ടുക. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. 2 ഇൻറ്റു 90 ഈക്വൽ ടു 180 ഡിഗ്രി നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഈ എക്സ് പ്ലസ് വൈനെ നമ്മൾ നേരിട്ട് ഒരുമിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ എങ്ങനെ കിട്ടും അല്ലേ? ഇത് എക്സ്, ഇതിങ്ങനെ ചേർത്ത് വെക്കുക എന്നാൽ ആ ഫിഗർ നോക്കുക. ഫിഗറിൽ ആ പിക്ചർ നമ്മൾ എ പി സി ഡി ക്യു ബി എന്നുള്ള ആർക്കുകൾ നമ്മൾ ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് വരിക, എക്സ് പ്ലസ് വൈ 180 ഡിഗ്രി. അതായത് ഇതിൻ്റെ ടോട്ടൽ ഈ ആർക്കിൻ്റെ സം ഓഫ് ദീസ് ആർക്ക്, രണ്ട് ആർക്കും കൂടിയിട്ട് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രിയാണ് അല്ലേ. ടോട്ടൽ 180 ഡിഗ്രി ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ദാറ്റ് ഈസ് എ ഡയമീറ്റർ അല്ലേ. അത് 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സെൻറ്ററിലൂടെ പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഡയമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഡയമീറ്റർ മേക്ക് ചെയ്യുന്ന ആർക്ക് ഏതായിരിക്കും? ഇറ്റ് വിൽ ബി എ സെമി സർക്കിൾ അല്ലേ, അതായത് ഹാഫ് ഓഫ് ദി സർക്കിൾ ആണല്ലോ. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഈ രണ്ട് ചാപങ്ങളുടെയും കേന്ദ്രകോണുകളാണ്. കേന്ദ്രകോണുകളെ നമ്മൾ രണ്ട് ചാപങ്ങളെയും ചേർത്ത് വെച്ച് അതിൻ്റെ കേന്ദ്രകോണുകളുടെ തുക നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടും. 180 ഡിഗ്രി കേന്ദ്രകോൺ വരുത്തുന്ന ഒരു കേന്ദ്രകോൺ 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ കേന്ദ്രത്തിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ഏതായിരിക്കും? അതിൻ്റെ ഡയാമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഡയമീറ്റർ ഒരു വൃത്തത്തിലുണ്ടാക്കുന്ന ചാപം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ വൃത്തത്തിൻ്റെ പകുതി ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു അർദ്ധവൃത്തമാണ്. അത് എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ പകുതിയാണ്, അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദി സർക്കിളാണ്. അപ്പോൾ ഈ രണ്ട് ആർക്കിൻ്റെയും സെൻട്രൽ ആംഗിളുടെ സമ്മ് 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചോദ്യത്തിലുള്ള കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആർക്ക് എ ബി സി ആൻഡ് പി ക്യു ഡി ജോയിൻ ടുഗദർ ഗീവ്സ് എ സെമി സർക്കിൾ. എ പി സിയും ബി ക്യു ഡിയും ചേർന്ന് ഒരു അർദ്ധവൃത്തം ഉണ്ടാക്കുന്നു. എട്ടാമത്തെ ചോദ്യം നോക്കുക. ചിത്രത്തിൽ എ ബി സി ഡി എന്നീ ബിന്ദുക്കൾ ഒ കേന്ദ്രമായ വൃത്തത്തിലാണ്. എ സി ബി ഡി എന്നീ വരകൾ നീട്ടിയത്
പിയിൽ കൂട്ടിമുട്ടുന്നു. എ ഡി ബി സി എന്നീ വരകൾ ക്യൂവിൽ മുറിച്ചു കിടക്കുന്നു. എ ബി എന്ന ചെറിയ ചാപം ഒയിലുണ്ടാക്കുന്ന കോൺ പിയിലും ക്യൂവിലും ഉണ്ടാക്കുന്ന കോണുകളിലെ തുകയാണെന്നത് തെളിയിക്കുക. In the picture, A, B, C, D are points on a circle centered at O. The lines AC and BD are extended to meet at P. Then the line AD and BC intersect at Q. Then prove that the angle which the small arc AB makes at O is the sum of the angles it makes at P and Q. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആംഗിൾ എ ബി എന്നുള്ള ചാപം എ ബി എന്നുള്ള ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ദാറ്റ് മീൻസ് ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് മേക്സ് അറ്റ് ദി ആംഗിൾ ഇറ്റ് മേക്സ് അറ്റ് ക്യൂ ആൻഡ് പി. ക്യൂ എന്ന പോയിന്റിലും പി എന്ന പോയിന്റിലും ഉണ്ടാക്കുന്ന ആംഗിൾസിൻ്റെ സം ആണെന്നുള്ളത് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആംഗിൾ എ ക്യൂ ബി പ്ലസ് ആംഗിൾ എ പി ബി, ഇത് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടു പ്രൂവ് ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ക്യൂ ബി പ്ലസ് ആംഗിൾ എ പി ബി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും? ആദ്യമായിട്ട് നമുക്ക് ആംഗിൾ എ ക്യൂ ബി എന്നുള്ളത് നോക്കാം. അല്ലെ ആംഗിൾ എ ക്യൂ ബി ആംഗിൾ എ പി ബി എന്താണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആംഗിൾ എ ക്യൂ ബിന് നമുക്ക് എക്സ് എന്ന് നെയിം ചെയ്യാം. അതേപോലെ ആംഗിൾ എ പി ബിക്ക് വൈ എന്ന് നെയിം ചെയ്യാം. ഓക്കെ, ആംഗിൾ എ ക്യൂ ബി എക്സ് ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ സി ക്യൂ ഡിയും എക്സ് ആയിരിക്കും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി ക്യൂ ഡി പി എന്നുള്ള ക്വാഡ്രിലേറ്റർ നോക്കാം അല്ലേ. സി ക്യൂ ഡി പി എന്ന ചതുർഭുജം എടുത്ത് നോക്കുക, ക്വാഡ്രിലേറ്ററിൽ എടുത്ത് നോക്കുക. അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസ്, അതിൻ്റെ അന്തർ കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് അല്ലേ. 360 ഡിഗ്രി. ആംഗിൾ സി പ്ലസ് ക്യൂ പ്ലസ് ഡി പ്ലസ് പി എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ അല്ലേ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എ ക്യൂ ബി പ്ലസ് എ പി ബി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എ ക്യൂ ബി പ്ലസ് എ പി ബി നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ആംഗിൾ സിയും അതിലെ ആംഗിൾ ക്യൂവും ആംഗിൾ പിയും ചേർന്നതാണ് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 360 നിന്ന് എത്ര കുറച്ചാൽ കിട്ടുന്നതാണ്? 360 നിന്ന് സി പ്ലസ് ഡി മൈനസ് ചെയ്താൽ മതി അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ക്യൂ ഡി പി പ്ലസ് ആംഗിൾ ക്യൂ സി പി എന്ന് എഴുതാം. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന സി ക്യൂ ഡി പി എന്ന ചതുർഭുജത്തിൽ സി ക്യൂ ഡി പി എന്ന ക്വാഡ്രിലേറ്ററിൽ എക്സ് പ്ലസ് വൈ, എക്സ് എന്ന ആംഗിളും വൈ എന്ന ആംഗിളിൻ്റെയും സം എന്ന് പറയുന്നത് 360 ഡിഗ്രി മൈനസ് ആംഗിൾ ക്യൂ ഡി പി പ്ലസ് ആംഗിൾ ക്യൂ സി പി ആണ് അല്ലേ. 360 ഡിഗ്രി നിന്ന് അതിൻ്റെ മറ്റ് രണ്ട് കോണുകളുടെയും തുകനെ കുറക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടി. ഇനി ദെൻ നമുക്ക് ആംഗിൾ ക്യൂ ഡി പിയും ക്യൂ സി പിയും ഒന്നും കൂടി നമുക്ക് മാറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ക്യൂ ഡി പി അറിയുന്നത് ഈ ആംഗിളാണ്. ഈ ആംഗിൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ക്യൂ ഡി പി ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആംഗിൾ ക്യൂ ഡി പിയെ നമുക്ക് ആംഗിൾ 180 ഡിഗ്രി മൈനസ് ആംഗിൾ എ ഡി ബി എന്ന് എഴുതിക്കൂടെ. എ ഡി ബിയും ക്യൂ ഡി പിയും ചേർന്നതിന് നമുക്ക് 180 ഡിഗ്രി ഒരു സ്ട്രൈറ്റ് ലൈനാണ് കിട്ടുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അത് സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ് ക്യൂ ഡി പിയും എ ഡി ബിയും. ഓക്കെ, അപ്പോൾ ക്യൂ ഡി പി ഈസ് ഈക്വൽ ടു 180 മൈനസ് എ ഡി ബി എന്ന് എഴുതാം. അതേപോലെ ആംഗിൾ ക്യൂ സി പിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ക്യൂ സി പി. ആംഗിൾ ക്യൂ സി പി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണല്ലേ ആംഗിൾ ക്യൂ സി പി. ആ ആംഗിൾ ക്യൂ സി പിയും ആംഗിൾ എ സി ബിയും നോക്കുക, രണ്ടും സപ്ലിമെൻ്ററി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആംഗിൾ ക്യൂ സി പിയെ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ക്യൂ സി പി ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ എ സി ബി എന്ന് എഴുതാം. ഇനി ഈ രണ്ട് വാല്യൂസും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് എഴുതി തുടങ്ങാം. എക്സ് പ്ലസ് വൈ കണ്ടിന്യൂ ചെയ്യാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് 180 മൈനസ് എ ഡി ബി പ്ലസ് 180 മൈനസ് എ സി ബി എന്നെഴുതാം. ഓക്കെ, അപ്പോൾ 360 മൈനസ്
180 പ്ലസ് 180 നമുക്ക് എത്ര കിട്ടുക? 360 ഡിഗ്രി കിട്ടും. മൈനസ് ഓഫ് മൈനസ് എ ഡി ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ് കളഞ്ഞ് നോക്കുക. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് എ ഡി ബി പ്ലസ് എ ഡി ബി എന്ന് കിട്ടും. ഇനി മൈനസ് ഓഫ് മൈനസ് എ സി ബി എന്നുള്ളത് പ്ലസ് എ സി ബി എന്ന് കിട്ടും. ഓക്കെ, 360 മൈനസ് 360 0. അപ്പോൾ 0 കിട്ടുമ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എ ഡി ബി പ്ലസ് ആംഗിൾ എ ഡി ബി പ്ലസ് ആംഗിൾ എ സി ബി എന്ന് കിട്ടും അല്ലേ. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? എക്സും വൈയും എന്നതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ആംഗിൾ എ ഡി ബി, ആംഗിൾ എ ഡി ബി പ്ലസ് ആംഗിൾ എ സി ബി ആണെന്നുള്ളത് കിട്ടും. ദെൻ we know that angle ADB is equal to angle ACB. കാരണം എ ബി എന്നുള്ള ഒരു ആർക്ക് സർക്കിളിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾസ്, സർക്കിളിൻ്റെ ഒരു പോർഷൻ അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾസാണ് എ സി ബി എന്ന് പറയുന്നതും എ ഡി ബി എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ അവ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ സി ബി എന്ന് എഴുതാം അല്ലേ. എ സി ബി എ ഡി ബി പ്ലസ് എ സി ബി എന്നുള്ളത് നമുക്ക് എ സി ബി പ്ലസ് എ സി ബി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു എ സി ബി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 2 ഇൻറ്റു എ സി ബി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എ സി ബിയുടെ ഇരട്ടി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ എ ഒ ബിക്ക് തുല്യമല്ലേ. ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് ആംഗിൾ എ സി ബി എന്നുള്ള ആംഗിൾ ഉണ്ടാക്കുന്ന ആർക്ക്, സെയിം ആർക്ക് എ ബി സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് നമുക്ക് ആംഗിൾ എ ഒ ബി എന്നായിട്ട് എഴുതാം. ഓക്കെ, എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇനി ദെൻ വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ? എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു എക്സും വൈയും ഏതൊക്കെയായിരുന്നു? നമ്മൾ എക്സ് എന്ന് പറയുന്ന ആംഗിൾ എ ബി എന്ന ആർക്ക് ക്യൂ എന്ന പോയിന്റിലും വൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ബി എന്ന ആർക്ക് പി എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ തിരിച്ചെഴുതാം? ആംഗിൾ എ ക്യൂ ബി പ്ലസ് ആംഗിൾ എ പി ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഹെൻസ് ദ പ്രൂഫ്.